നമ്മളിപ്പോൾ ഒരു നമ്മൾ ദൈവജനം കേട്ടോണ്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന് പ്രസംഗത്തിൽ ഒരു തെറ്റുപറ്റി. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, സ്വത്രം ഒരു തെറ്റുപറ്റി. അപ്പം നമ്മളിൽ എത്ര പേർ ഇവിടെ പൗലോസ് പറയുന്നത് പോലെ ദൈവമേ വേണ്ടും പോലെ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ ദൈവമേ ജ്ഞാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഓക്കെ, നമുക്ക് തെറ്റ് മനസ്സിലായെങ്കിൽ അത് പറയാനുള്ള ഒരു പക്വതയോടെ പറയാനുള്ള കഴിവുണ്ട്, നമുക്കത് പറയാൻ ദൈവത്തിൽ വ്യവസ്ഥകളുണ്ട്, തീർച്ചയായിട്ടും പറ്റും. പക്ഷേ നമ്മൾ എത്ര പേർ പൗലോസ് സഭയോട്, കുറച്ചു പേര് പ്രാർത്ഥിച്ചാട്ടെന്നല്ല, സഭയോട് പറയുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വചനം ശുശ്രൂഷിക്കേണ്ടത് വേണ്ടതുപോലെ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. വേണ്ടതുപോലെ ശുശ്രൂഷിക്കുവാൻ ദൈവം എന്റെ വചനത്തിൽ നാവിൽ എന്റെ വചനം തരേണ്ടതിന്. ഇത്രയും വചനം അറിയാവുന്ന മനുഷ്യൻ പറയുകയാണ് എനിക്ക് പക്ഷെ അത് പ്രസംഗിക്കപ്പെടേണ്ട സമയത്ത് അതുപോലെ പ്രസംഗിക്കാൻ. നമുക്ക് എത്ര പ്രസംഗം അറിയാമെങ്കിലും, എനിക്ക് കൊലോസ്യ ലേഖനം മുഴുവനായി അറിയാമെങ്കിലും ഇവനിപ്പോ 2-ാം അധ്യായം എടുത്ത് ഇപ്പൊ പ്രസംഗിക്കാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഞാൻ നേരത്തെ പ്രസംഗിച്ചതുപോലെ ചിലപ്പോൾ വരുമെന്ന് തോന്നില്ല. ചിലപ്പം വേറെ പുതിയ കാര്യങ്ങളായിരിക്കും ചിലപ്പം പറയുന്നത്. സ്വത്രം നമ്മൾ എത്ര പ്രസംഗം പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ആ സമയത്ത് ദൈവം നമ്മളെ സഹായിച്ചില്ലെങ്കിൽ ഇതൊന്നും വായിൽ വരുത്തില്ല. സ്വത്രം ഇതൊന്നും നമുക്ക് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കത്തില്ല പറയുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറഞ്ഞു പോകുന്നത്. സ്വത്രം അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയല്ല. ആ ദൈവദാസൻ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ അത് ദൈവിക വെളിപ്പാട് ലഭിച്ചൊരു ദൈവദാസനാണ്. പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സത്യസുവിശേഷം കണ്ടെത്തിയ ഒരു മനുഷ്യനാണ്. അനേക സഭകൾ സ്ഥാപിച്ചൊരു മനുഷ്യനാണ്. അയ്യോ, അദ്ദേഹത്തിന് നാവിൽ ദൈവമേ വേണ്ടും പോലെ പറയാനുള്ള ദൈവിക കൃപ കൊടുക്കണേ അപ്പാ. നമ്മൾ ഈ 10 കുറ്റം പറയുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഒന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചെങ്കിൽ നമ്മളോട് സംസാരിക്കേണ്ട ദൈവജനം ആ മനുഷ്യനെ കൊണ്ട് ദൈവം നമ്മളോട് പറയിച്ചാനെ. ഇത് നമ്മൾ ഈ കുറ്റം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദൈവദാസനം വന്ന് കുറ്റത്തിനെതിരായിട്ട് സംസാരിച്ച് പ്രസംഗിക്കുന്നു എന്നേ ഉള്ളൂ. സ്വതന്ത്രം നമുക്ക് അല്പമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുപക്ഷെ ആ ദൈവദാസന് മുകളിൽ ഉള്ള പരിജ്ഞാനത്തിലേക്ക് നമ്മൾ വളർന്നു വന്ന വ്യക്തികളാണെങ്കിൽ അവരെയും വളർത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. പൗലോസ് സഭയോട് പ്രാർത്ഥിച്ചതുകൊണ്ട് പൗലോസ് അങ്ങ് ചെറുതായിപ്പോയെന്നല്ല, അത് ചെറുതും വലുതുമായിരുന്നില്ല. അപ്പൊ നമുക്ക് യേശുവിന്റെ ജീവിതം അറിയാമല്ലോ, അത് അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ലെങ്കിലും ഗദസമന തോട്ടത്തിൽ വെച്ച് യേശു കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് യേശു കർത്താവ് പറഞ്ഞതെങ്കിലും ആ സിറ്റുവേഷനിൽ ആമേ പത്രോസിനോട് യാക്കോബിനോട് യോഹന്നാനോട് പറയുന്നു, പ്രാർത്ഥിക്കാൻ പറയുന്നു, തന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം. സ്തോത്രം. ആമേൻ ആമേൻ. അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത് എന്താ? സഭ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. അതങ്ങനെ ചോദിക്കുന്നതും തെറ്റല്ല. ആമേൻ. ഏതെങ്കിലും ദൈവദാസന്മാർ അയ്യോ കഷ്ടത്തിലായപ്പോൾ ആ പാസ്റ്റർ ഇത്രയും വലിയ ദൈവവചനം പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വളരെ വിഷമത്തോടു കൂടി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതെന്താ? പാസ്റ്റർ മനുഷ്യരല്ലേ? സ്തോത്രം. യേശു കർത്താവ് ലാസറിന്റെ കല്ലറയിൽ വന്ന് കരഞ്ഞെങ്കിൽ നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ കരയത്തില്ലേ? സ്തോത്രം. ചിലപ്പോൾ നമ്മൾ തകർന്നു പോകും. അന്നേരം നിങ്ങൾ ബലപ്പെടുത്തണം. സ്തോത്രം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. നമ്മളാരും അമാനുഷികരല്ല. അങ്ങനെ അത് കർത്താവ് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് അത് മനസ്സിലാക്കി തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടോ ഞങ്ങൾക്ക് വചനം. അപ്പോസ്തലനായ പൗലോസിന് ഇത്രയും ജ്ഞാനമുള്ള മനുഷ്യൻ, ഒരു 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 മനുഷ്യനിൽ ഏതെങ്കിലും ജ്ഞാനമുണ്ടെന്ന് ചിന്തിച്ചാൽ പൗലോസിനെ പോലെ ജ്ഞാനം നമുക്ക് ആർക്കും ഇല്ല. സ്തോത്രം. ഒരു ദൈവദാസനും ഇല്ല. അത്രയും വെളിപ്പാട് ഡയറക്റ്റ് പ്രാപിച്ച അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ടോ? സ്തോത്രം. അതുകൊണ്ട് ഞാൻ സത്യം പറയട്ടെ, നമ്മൾ ഈ ആത്മാർത്ഥതയോടെ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വളരെ ചുരുക്കമാണ് കേട്ടോ. സ്തോത്രം. ആത്മാർത്ഥമായി ആ കർത്താവേ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവം സൂക്ഷിക്കണമേ. നമ്മൾ ചുമ്മാ അതിലെ ഈ എന്താണ് പറയുന്നത്, ജൽപ്പനം, അത് ഒരു ബൈബിൾ ഭാഷയാണ്. നമ്മളിങ്ങനെ പറയുന്നോളം എല്ലാതും നമ്മൾക്കിങ്ങനെ ഇങ്ങനെ വരും. സ്തോത്രം. നമ്മളിങ്ങനെ വരും. സ്തോത്രം. അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് പറയും, ഇടയ്ക്ക് കട്ടായി പോയ ബാക്കി വരത്തില്ല. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ച് പറഞ്ഞു പോകുക ആത്മാർത്ഥതയോടെ. കർത്താവേ പാസ്റ്റർക്കായി സ്തോത്രം. അങ്ങനെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആക്ഷൻ എടുത്തെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അകത്ത് നിന്ന് മനസ്സിൽ നിന്ന്. ആമേൻ. ദൈവമേ, അദ്ദേഹം വളരെ ടഫായ ഒരു വെളിപ്പാട് പുസ്തകത്തിന്റെ കാര്യമാണല്ലോ പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞത് അങ്ങോട്ട് ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 പോയിന്റ് അതിനെതിരെ എഴുതിയെടുക്കാം എന്നല്ല. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റ് തരുന്നത് എഴുതിയെടുത്താട്ടെ, എന്നിട്ട് ശരിയായ നിലയിലാണ് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളത് എഴുതി, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ദൈവദാസനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ? സ്തോത്രം. ആമേൻ. ആ വ്യക്തിക്കായിട്ട് ദൈവസന്നിധി നിങ്ങൾ എത്ര സമയം ജാഗരിച്ചു? ആമേൻ. പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? 10 മിനിറ്റ് കുറ്റം പറയും, 1 മിനിറ്റ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ചെയ്ത്. സ്തോത്രം. നിങ്ങൾ 10 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പ്രസംഗത്തിൽ പറ്റിയ 1 മിനിറ്റ് കുറ്റം പറഞ്ഞാട്ടെ.
നമ്മളുടെ ലൈഫും ആ വ്യക്തിയുടെ ശുശ്രൂഷയ്ക്കും ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സാധ്യതകളുണ്ട്. സ്വത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് അത് വെറുതെ ചുമ്മാതെ ഒരു കടമ പോലെ പറഞ്ഞതല്ല. സ്വത്രം. പൗലോസ് തീർച്ചയായും അങ്ങനെ സംഭവിക്കും, കർത്താവ് അങ്ങനെ പ്രവർത്തിക്കും എന്ന് അപ്പോസ്തലൻ പൗലോസിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ സഭയ്ക്ക് പൗലോസിനോട് ഒരു കടപ്പാടുണ്ടാകേണ്ടതിനായിട്ടും അങ്ങനെ ഒരു ബന്ധം പരസ്പരം ബലപ്പെടുത്തേണ്ടതും പരസ്പരം കൈത്താങ്ങേണ്ടതും പരസ്പരം കൊണ്ടുപോകേണ്ടതും ഒരു ദൈവിക എന്താണ് ഒരു സഭയുടെ ഒരു ശരീരത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ദൈവവചനത്തിന് ഒരു വ്യവസ്ഥയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ ദൈവദാസൻ ബാബുവെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ സോമയാന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് ദൈവവചനത്തിലെ ഒരു വ്യവസ്ഥ. അതുകൊണ്ട് പൗലോസ് അത് ഒട്ടും മടിക്കാതെ പറയുകയാണ്. എന്ത് പറയുകയാണ്? ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ചേക്കണേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞങ്ങൾക്കും വേണ്ടിയും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ അപ്പോസ്തലനായ പൗലോസ് പല സ്ഥലത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്കിൽ വായിച്ചാട്ടെ. വേഗത്തിൽ നമുക്ക് ജസ്റ്റ് റെഫറൻസ് മാത്രം വായിച്ച് നമുക്ക് പോകാം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകല സഹോദരന്മാർ. മതി. അടുത്തത് 2 തെസ്സലോനിക്ക ലേഖനം 3-1. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുത്തുവാനും എല്ലാത്തവരും മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ആമേൻ. കണ്ടോ, തെറ്റായ ദുരാത്മാവിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടാനും ദൈവത്തിന്റെ സത്യസുവിശേഷം നന്നായിട്ട് പ്രസംഗിക്കപ്പെടാനും വേണ്ടി ദൈവം ഞങ്ങൾക്ക് കൃപ നൽകേണ്ടതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ എല്ലാ സഭകളോടും അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്. കേവലം കൊലോസ്യ സഭയോടൊന്നല്ല, എല്ലാ സഭകളോടും അപ്പോസ്തലൻ പൗലോസ് വിവിധ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. സ്തോത്രം. ഇനി എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായത്തിൽ 20-ാം വാക്യമാണെന്ന് തോന്നുന്നതെന്ന് വായിച്ചട്ടെ. അവിടെയും പ്രാർത്ഥനയെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ. സ്തോത്രം. 18-20-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു. സ്തോത്രം. ഞാൻ 18 മുതൽ വായിച്ചാട്ടെ പ്ലീസ്. 18-19 വാക്യങ്ങൾ. 18-ഉം 19-ഉം 20-ഉം വാക്യങ്ങൾ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. കണ്ടോ, ഈ വചനങ്ങളിലെല്ലാം അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് എനിക്ക് വചനം ശുശ്രൂഷിക്കുവാൻ വേണ്ടി ദൈവം ശക്തി തരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടോ വചനം അറിയാത്തത് കൊണ്ടോ പറയുന്നതല്ല. സ്തോത്രം. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് തന്നെയാണ് ഞാനിന്ന് വന്ന് അവസാനിപ്പിക്കാനായി താല്പര്യപ്പെടുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് കൊലോസ്യ ലേഖനത്തിലേക്ക് തന്നെ വന്ന് നമുക്ക് ആ ചിന്തയെ കൊണ്ടുവരാം. ഇവിടെ മെയിനായിട്ട് തുടക്കത്തിൽ 2 കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയാണ്? 2 കാര്യം. ഒന്നാമത് പറയുന്നത് വചനത്തിന്റെ വാതിൽ തുറക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കണം. സ്തോത്രം. രണ്ടാമത് പറയുന്നത് സംസാരിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ സംസാരിക്കേണ്ടതിനായിട്ട് ദൈവം നാവിനെ ബലപ്പെടുത്തണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. മെയിനായി 2 കാര്യം. ഇതിന് കുറച്ചുകൂടെ കാര്യങ്ങൾ താഴെയുണ്ട്, പക്ഷെ ഇപ്പൊ നമുക്ക് ഈ ഭാഗം മാത്രം ചിന്തിക്കാം. അപ്പോസ്തലൻ പൗലോസ് വ്യക്തിപരമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ 2 കാര്യം. ഓപ്പർച്യൂണിറ്റി ലഭിക്കേണ്ടതിനായിട്ടും എന്താണ് മറ്റൊന്നെന്ന് പറയുന്നത് ദൈവവചനം സംസാരിക്കേണ്ടും വേണം. എങ്ങനെ സംസാരിക്കണോ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് വരാം. സ്തോത്രം. എങ്ങനെയാണോ, എങ്ങനെങ്കിലും പറഞ്ഞാൽ പോരല്ലേ, എങ്ങനെ പറയണോ അങ്ങനെ പറയാൻ ദൈവം കൃപ തരണം. അപ്പൊ അങ്ങനെ പറയാൻ പൗലോസെ അറിയത്തില്ലേ? അറിയാം, പക്ഷെ അത് പ്രാർത്ഥനയും കൂടെ വേണം, എന്നാലേ അങ്ങനെ പറയാൻ പറ്റൂ. ഇത് പൗലോസിന്റെ ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല. നമുക്ക് എത്ര ബുദ്ധിയിലുണ്ടെങ്കിലും ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് വേണമെങ്കിൽ ബൈബിളിൽ 66 പുസ്തകം ഉണ്ടെന്ന് പറയാൻ ബുദ്ധിയുടെ അങ്ങനെ ആ ബുദ്ധി ആവശ്യമില്ല. പക്ഷെ ബൈബിളിൽ പരിശുദ്ധ ആത്മാവിൽ ദൈവവചനത്തിൽ കൂടി നമുക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനെ പറ്റി ഇവിടെ പറയുന്നത്, സുവിശേഷം വെളിപ്പെടുത്തുന്ന കാര്യം അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറയുന്നത്. അതിന് ഒരു ദൈവിക ഗൈഡൻസ് വേണം, ഒരു ദൈവത്തിന്റെ കൃപ വേണം. കാരണം ഇത് കൃപയുടെ സുവിശേഷമാണ്. സ്തോത്രം. നമുക്ക് ആ വചനത്തിലേക്ക് വരാം. ഒരു വാക്യം കൂടെ ദിവസം നമുക്ക് വായിക്കാം. നമ്മളിപ്പോൾ വായിച്ച ആ വാക്യം നമുക്ക് വായിക്കേണ്ട, നമുക്ക് വായിച്ചതുകൊണ്ട് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് എന്താ? ഞാന് ചങ്ങല ധരിച്ചും കൊണ്ട്, ഈ കൊലോസ്യ ലേഖനത്തിന്റെ ഈ വാക്യവുമായി വളരെ സാമ്യമുള്ള ഒരു വാക്യമാണ്. എന്താ അവിടെ കാണുന്നത്? ചങ്ങല ധരിച്ചും കൊണ്ട് എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞത്? ഞാന് ആയിരിക്കുന്നു
അത് സ്ഥാനാപതിയായിട്ടായിരിക്കുകയാണെന്നാണ് പറയുന്നത്. സ്തോത്രം അല്ലെ? അങ്ങനെയാണെങ്കിൽ കൊലോസി ലേഖനം എഴുതുമ്പോഴും അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ എന്ന് പറഞ്ഞാൽ ഈ എന്താണ്, ഹൗസ് അറസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള ഒരു വീട്ടിൽ തടങ്കലിലായിരിക്കുന്നത് പോലെ ആയിരിക്കുകയാണ്. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ വീട്ടു തടങ്കലിൽ അല്ലെങ്കിൽ അറസ്റ്റിലായിരിക്കുന്നു, ചങ്ങല ധരിച്ചുകൊണ്ടാണ് അവിടെ ആയിരിക്കുന്നത്. സ്വത്രം അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ അംബാസിഡർ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് അല്ലെ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു ചുരുക്കം ഇതാണ്: എന്റെ കാലഘട്ടത്തിൽ എന്റെ കുടുംബത്തിൽ യേശു ജനിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കാരാഗ്രഹത്തിലായിരിക്കുമായിരുന്നു യേശു കിടക്കേണ്ടത്. സ്തോത്രം. പൗലോസ് എന്താ പറയുന്നത്? എന്റെ കുടുംബത്തിൽ എന്റെ സാഹചര്യത്തിൽ കൂടി യേശു ജനിച്ചിരുന്നെങ്കിൽ ഞാനിന്നായിരിക്കുന്ന ഈ കാരാഗ്രഹത്തിൽ കിടക്കണമായിരുന്നു. കാരണം ക്രിസ്തുവിന് പകരമായിട്ട് ഞാൻ ഇവിടെ കിടക്കുകയാണ്. കൊലോസി ലേഖനം 1-ാം അധ്യായത്തിലും 26, 27, 28 വാക്യങ്ങളിലും അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന് പൂരിപ്പിക്കുന്നു, ബാക്കി പൂരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ക്രിസ്തു ഇനി ലോകത്തിൽ എന്ത് ചെയ്യണമായിരുന്നോ അത് പൗലോസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാരാഗ്രഹത്തിൽ കിടക്കുന്നത് ക്രിസ്തു എങ്ങനെ ഈ സാഹചര്യത്തിൽ ജീവിക്കുമായിരുന്നു അതിന് പകരമായിട്ട് സ്ഥാനാപതിയായിട്ട് ഈ പൗലോസ് കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പ്രാർത്ഥനയുമായി ചേർത്ത് പറഞ്ഞാൽ പൗലോസിന് നന്ദിയല്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ കാരാഗ്രഹത്തിലായിരിക്കുന്നതും കർത്താവിന്റെ പദ്ധതിയാണ്. സ്തോത്രം. അതിനെ നമുക്ക് ഒരു കാരണവശാലും സ്തോത്രം മാറ്റി നിർത്താൻ കഴിയത്തില്ല. ഇനി ഞാൻ വേഗത്തിൽ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് വരാം. സ്തോത്രം. വേഗത്തിൽ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് വന്ന് എല്ലാം പറയാൻ സമയം പറ്റുന്നില്ലെങ്കിൽ ഞാൻ വേഗത്തിൽ പറഞ്ഞ് ഒന്ന് അവസാനിപ്പിക്കാനായി ശ്രമിക്കാം. സ്തോത്രം. അപ്പോസ്തലൻ പൗലോസ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും അപ്പോസ്തലൻ പൗലോസ് ഭൗതികമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്? ഇല്ല. ഞാൻ വളരെ കഷ്ടത്തിലാണ്. ഇപ്പൊ ഞാനെങ്ങാനും ജയിലിൽ പോയിരുന്നത്, ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. എന്നെ പോലീസ് പിടിക്കാൻ വരുമെന്ന് ഒരു വക്കീലും ഒരു പാസ്റ്ററിനോട് വിളിച്ചു പറഞ്ഞ ദിവസം, ഞാൻ ഇത്രയും പ്രസംഗിക്കുന്ന മനുഷ്യനാണ് സ്തോത്രം, പക്ഷെ എന്റെ കൊച്ചുങ്ങളുടെ അവസ്ഥയെല്ലാം കണ്ട് ഞാൻ പേടിച്ചു പോയി. പോലീസ് എന്നെ മാത്രം പിടിച്ചോണ്ട് പോകുന്നല്ല അദ്ദേഹം പറഞ്ഞത്, എന്റെ കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. സ്തോത്രം. അന്ന് ഇങ്ങനെ വലിയ രീതിയിൽ ഇരിക്കുന്ന സമയം, അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഞാൻ തുറന്നു പറയുന്നത് എന്താ, ഞാനൊരു മനുഷ്യനാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. കാരണം എന്താണ്? സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിനെ നോക്കിയേ, ഞാനന്ന് പലരോടും പറഞ്ഞു പ്രാർത്ഥിക്കണേന്ന്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അതിനെങ്ങാനും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നോ? എനിക്കതിനുള്ള കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കർത്താവ് എന്നെ വിട്ടില്ല. സ്തോത്രം. അല്ലെങ്കിൽ എന്നെ പിടിക്കാവുന്ന എല്ലാ സാഹചര്യവും ഇപ്പോഴും അന്നും ഉണ്ട്. സ്തോത്രം. പക്ഷെ പിടിക്കാത്തത്, ഞാൻ അവിടെ പോയി ചിലപ്പോൾ നിലവിളിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ എന്റെ കൊച്ചിനെ ഓർത്ത് കരയാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഇതൊക്കെ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട്, അത്രത്തോളം ശക്തി ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കേട്ടോ, ഞാൻ ജയിലിലായി പോയി, വളരെ പ്രശ്നത്തിലാണ്, ഒരു കൈ ഇങ്ങനെ ഇട്ടിട്ടിരിക്കുക, അല്ലെ കാലിങ്ങനെ കെട്ടിയിരിക്കുകയാണ്, എനിക്കാണെങ്കിൽ വെളിയിൽ പോകണമെന്ന്, ഞാനാണെങ്കിൽ ഇങ്ങനെ ദേശമായിട്ട് ഇങ്ങനെ ഇറങ്ങി സഞ്ചരിച്ച മനുഷ്യനാണ്, എനിക്ക് ഇവിടെ കിടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഒരിടത്തു നിന്ന് അവിടെ പോകുമായിരുന്നു, പട്ടിണിയൊന്നും കിടക്കുന്ന എനിക്ക് വിഷയമല്ല. ഞാൻ എഫെസോസ് സഞ്ചരിച്ചിട്ട് കൊരിന്തിൽ പോകും, കൊരിന്തിൽ നിന്ന് തെസ്സലോനിക്കയിൽ പോകും, ഞാൻ ഇങ്ങനെ കറങ്ങി നടന്ന മനുഷ്യനാണ്, എനിക്ക് ഇവിടെ കിടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇങ്ങനെയുള്ളൊരു ശുശ്രൂഷ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഭാഷ. അതുകൊണ്ട് ദൈവമക്കളെല്ലാം കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, എത്രയും പെട്ടെന്ന് എനിക്കിതിൽ നിന്നും വെളിയിൽ വരണം, നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? അല്ല. അപ്പോസ്തലനായ പൗലോസ് താൻ ജയിലിലായിരിക്കുന്നത് ദൈവഹിതമാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത്. താൻ ഇവിടെ ആയിരിക്കുന്നത് ഇവിടെ ആയിരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ്, നിങ്ങൾക്കറിയാം, കാരാഗ്രഹത്തിലായിരിക്കുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് ബന്ധനത്തിൽ കിടക്കുമ്പോൾ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു. കാരണം അവിടെ കിടക്കുമ്പോഴും അപ്പോസ്തലനായ പൗലോസ് അത് ദൈവത്തിന്റെ പദ്ധതിയായിട്ടാണ് കാണുന്നത്. പത്രോസ് കിടന്ന് ഉറങ്ങുന്നു ആത്മാവിന്റെ ശക്തി പ്രാപിച്ചതിന് ശേഷം. എന്താണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്? ആ സാഹചര്യത്തിൽ ഒക്കെ ആക്കി വെച്ചത് ദൈവമാണെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അല്ലാതെ എന്നെ ഇവിടെ നിന്ന് വിടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന അല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ, എന്നെ ഈ സാഹചര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് ചെയ്യാൻ ദൈവമേ എനിക്ക് കൃപ തരണേ. ഇനി ഞാനിത് നമ്മുടെ ജീവിതമായിട്ട് തട്ടിച്ചു പറയാം. ഇനി നമുക്ക് മാരകമായൊരു രോഗമാണ്, നമ്മൾ യഥാർത്ഥ ഒരു ദൈവവൈദ്യല, ക്യാൻസർ ആണ്, അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ ആണ്, അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും വിഷയമാണ്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി നമ്മൾ വല്ലാതെ ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലായി നമ്മൾ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുക.
നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴും എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകാൻ പറ്റുന്നില്ലല്ലോ, അവരൊക്കെ പോയിട്ട് ഫോട്ടോ ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ എന്നല്ല, ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ നിങ്ങളുടെ രോഗത്തിലായിരിക്കും നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകൊണ്ട് പൗലോസ് അവിടെ കിടന്നുകൊണ്ട് പറയാ, എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഈ കാരാഗ്രഹത്തിൽ എന്നെ വിസിറ്റേഴ്സ് ആയ ആളുകൾ കടന്നു വരുന്നുണ്ട്, എനിക്ക് അവരിവിടെ വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ല എനിക്ക് അവിടെ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല, ഇവിടെ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരുമ്പോൾ, നിങ്ങളുടെ മുഖത്തെ ധൈര്യം കാണുമ്പോൾ, നിങ്ങളുടെ അവർക്ക് രോഗം വന്നു, നിങ്ങൾക്ക് രോഗം വന്നു, പക്ഷെ നിങ്ങളുടെ മുഖത്തെ പ്രത്യാശയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, എല്ലാവരും മരിച്ചു പോകും, നമ്മളെല്ലാം മരിക്കും, ആരെപ്പം മരിക്കും നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ ലൈഫിലെ പ്രത്യാശ കാണുമ്പോൾ അവരറിയാതെ പിന്നെയും വരും, പിന്നെയും വരും. ഇങ്ങനെ പിന്നെയും വന്ന് മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. ഈ അമ്മച്ചിക്ക് അല്ലെ ഈ അപ്പച്ചൻ അല്ലെ ഈ ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരത്തേക്ക് അകത്തൊരു സത്യ ദൈവമുണ്ട്. ആ മനുഷ്യനിൽ കൂടി നമുക്കറിയാൻ പറ്റാത്ത ശുശ്രൂഷ. ഞാൻ പറയട്ടെ, നമ്മൾ ഏറ്റവും കഠിനമായ സാഹചര്യത്തിൽ പോകുമ്പോഴാണ് ശക്തമായ ദൈവത്തിനോട് പ്രയോജനപ്പെടാൻ പറ്റുന്നത്. നമ്മൾ ഏറ്റവും തകർച്ചയിലായിരിക്കുമ്പോഴാണ് അനേകരെ സന്തോഷിപ്പിക്കുവാനുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തെ തുറന്നു കൊടുക്കാൻ കഴിയുന്നത്. നമ്മൾ ഏറ്റവും ഒറ്റപ്പെടുന്ന സമയത്ത് യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രസംഗിക്കാൻ മറ്റവരോട് പറയാനുള്ള ധൈര്യം കിട്ടും. കാരണം നമ്മളത് അനുഭവിച്ചായി പറയുന്നേ. നമ്മൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് ധൈര്യം പകരാൻ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും കഠിനമായ ജയിലിൽ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ, ഞാൻ പറയട്ടെ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അനുഗ്രഹീതമായ 13 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണ്. അതിലേറ്റവും ഘനമുള്ള പല ലേഖനങ്ങൾ, ഈ ലേഖനങ്ങൾ ഉൾപ്പെടെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയത് ബന്ധനത്തിലാണ്. നമ്മുടെ ലൈഫിന്റെ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങൾ വരും തലമുറയുടെ പാഠങ്ങളാണ് പഠിക്കാനുള്ള. എഴുതി കർത്താവിനെ അറിയാനുള്ള പത്രമാണെന്ന് നമ്മൾ അറിഞ്ഞോണം. സ്വത്രം. അവിടെ കിടന്ന് പിറുപിറുക്കാനല്ല, ആ സാഹചര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കൊറോണ വന്നപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് വന്നു. നമ്മൾ കർത്താവിനെ അറിഞ്ഞില്ലേ? നമ്മൾ കൊറോണ കൊണ്ട് കർത്താവിനോട് അടുക്കുകയായിരുന്നു ചെയ്തത്. നമ്മൾ കർത്താവിനോട് കൂടുതൽ അറിയുവാനായിരുന്നു. അതുകൊണ്ട് ലോകം തീർന്നു എന്ന് ചിന്തിക്കുന്ന പല മോശപ്പെട്ട സാഹചര്യത്തിലും കർത്താവിന് മനോഹരമായ ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ലൈഫിൽ കൂടി വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ജോലിയിൽ ഒരു തകർച്ച ഉണ്ടായി എന്ന് നമുക്ക് തോന്നുന്ന ഒരു സെക്കൻഡ് ഉണ്ടല്ലോ, ആ സെക്കൻഡുകൾ നമുക്ക് മനോഹരമായി ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കുവാനുള്ള ദൈവത്തിന്റെ സാഹചര്യങ്ങളാണ്. നമ്മൾ ഒരുപക്ഷെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി, പക്ഷെ പിറ്റേന്ന് നമ്മൾ ജോലി സ്ഥലത്ത് ലജ്ജിക്കപ്പെട്ട് നമ്മൾ ജോലിയിലേക്ക് കടന്നു വരും. മറ്റുള്ളവരെല്ലാം ചിന്തിക്കും, ഇന്നലെ നാണം കെട്ടി പോയിട്ട് താണ്ട പിന്നെയും ജോലിക്ക് വരികയാണ്. അവർ നമ്മളോട് വല്ലാതെ ആദ്യം ഒരു സഹതാപം തോന്നുമെങ്കിലും പിന്നീട് നമ്മളോട് അവർ കൂട്ടുകൂടാൻ തുടങ്ങും. നമ്മൾക്ക് കോപമില്ലെന്നും നമുക്കതിൽ ബുദ്ധിമുട്ടില്ലെന്നും നമ്മൾ മറ്റൊരു രീതിയിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുമ്പോഴും നമ്മളിൽ എന്തോ വ്യത്യസ്തതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. സ്വത്രം. അപ്പോസ്തലനായ പൗലോസിലെ വ്യത്യസ്തതയായിരുന്നു ആമേൻ. തന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ജീവിതത്തിന് തകർച്ചയിൽ കൂടി കടന്നു പോകുമ്പോഴും പൗലോസ് പറയുന്നത്, എന്നെ ഇന്നത് എങ്ങനെങ്കിലും വെളിക്കൊണ്ടുവന്നാട്ടെന്നല്ല, എനിക്ക് ബന്ധന കാരണമായ സുവിശേഷത്തിന്റെ മർമ്മം, അതിലേക്ക് പിന്നീട് ഒരിക്കൽ നമുക്ക് വരാം. സ്വത്രം. ബന്ധന കാരണമായ സുവിശേഷത്തിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ എന്റെ നാവിനെ ഇവിടെ എനിക്ക് ബലപ്പെടുത്താൻ ഇവിടെ എന്നെ കൊണ്ടുവന്നത് കർത്താവാ. ഞാൻ ഇവിടെ കിടന്നോളാം. ഇപ്പം ഞാൻ ഈ തകർച്ചയിൽ കിടന്നോളാം. ഇപ്പം എനിക്ക് ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എനിക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം, ഇവിടെ എനിക്ക് പറയാനുള്ള ബലം കിട്ടണം, ഇവിടെ എനിക്ക് കൈസറിന്റെ പട്ടണത്തിൽ അല്ലെങ്കിൽ കൈസറുമായി ബന്ധപ്പെട്ട ചില ആളുകളോട് സുവിശേഷം പറയാൻ എന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സെക്കൻഡുകളാണ്. ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഇവിടെ എനിക്ക് ചിലതിനു വേണ്ടി ഞാൻ എപ്പപ്രാസനം ഇവിടെ കൊണ്ടുവന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കതിന് ജ്ഞാനം തരാൻ, എനിക്കത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം എനിക്ക് കൃപ തരണം. കൃപ തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്വത്രം. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവിന്റെ ദാസൻ പറയുന്നത്. സ്വത്രം. ദൈവമക്കളെ, ഞാൻ പൂർണ്ണമായി പറയാൻ കഴിയാത്തതുകൊണ്ട് ചുരുക്കി പറഞ്ഞ് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. യേശു കർത്താവ് നമ്മുടെ എല്ലാ സിറ്റുവേഷനും ഉപയോഗിക്കുന്ന കർത്താവാണ്. ഞാനിത് പലപ്പോഴും കൊലോസ്യ ലേഖനം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഏറ്റവും വലിയ വിശപ്പോടെ 3 ദിവസം ആ പാലസ്തീന തിരുവീതികളിൽ സഞ്ചരിക്കുന്ന യേശു കർത്താവ് 5000ങ്ങളുടെ നടുവിലായിരുന്നപ്പോൾ അവർക്ക് വല്ലാതെ വിശന്നു. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, പോകുന്ന വഴിയിൽ അവർ തളർന്ന് വീഴാൻ സാധ്യതയുണ്ടെന്ന് കർത്താവിന് തന്നെ മനസ്സിലായി. അവരുടെ വിശപ്പ് ജീവന്റെ അപ്പം ആരാണെന്ന് വെളിപ്പെടുത്താനുള്ള ഒരവസരമായി കർത്താവ് ഉപയോഗിച്ചു. അവർക്കത് മനസ്സിലായില്ല, പക്ഷെ ശിഷ്യന്മാർക്ക് മനസ്സിലായി.
പക്ഷെ ആ സിറ്റുവേഷനെ കർത്താവ് മറ്റൊരാഴത്തെ മനസ്സിലാക്കാൻ ഉപയോഗിച്ചു. ലാസർ, ഏറ്റവും പ്രിയനായവൻ, കർത്താവ് ഒരുപക്ഷെ രോഗസമയത്ത് വന്നിരുന്നെങ്കിൽ മരിക്കത്തില്ല. പക്ഷെ കർത്താവ് മനഃപൂർവ്വം അവിടെ പോകാതെ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ശരീരം അല്ലെങ്കിൽ എന്താണ് മോശമായതിനു ശേഷം മനഃപൂർവ്വം പോയതിന്റെ കാരണം അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ നിമിത്തം ഞാൻ സന്തോഷിക്കുന്നു, പുനരുത്ഥാനവും ജീവനും ഞാനാണെന്ന് നിങ്ങളെ ഒന്ന് പഠിപ്പിക്കാൻ നിങ്ങൾ നിമിത്തം ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കുറച്ച് തകർക്കപ്പെട്ടത്, നമ്മൾ കുറച്ച് നെടുവീർപ്പെട്ടത്, നമ്മൾ കുറച്ച് കല്ലറയിൽ ഒരുക്കപ്പെട്ടു പോയത്, നമ്മൾ കുറച്ച് നാറിയ അവസ്ഥയിൽ കൂടി കടന്നുപോയത്, നാറ്റത്തിന്റെ അവസ്ഥയിൽ കൂടി കടന്നുപോയത് മറ്റു ചിലർക്ക് പഠിക്കാനുള്ള പാഠങ്ങളായിരുന്നെന്ന് ഓർക്കുമ്പോൾ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ കഴിയണം. അത് മനസ്സിലാക്കി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നെ ഇവിടെ നിങ്ങൾ വെളിവന്ന് ഇവിടെ എന്നെ കൊണ്ടുവന്നത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആമേ സ്തോത്രം. ആമേ പത്രോസും യാക്കോബും യോഹന്നാനും കർത്താവിനെ വിട്ടു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അവരെ വിട്ടു പോകുന്നു എന്ന് നമുക്ക് തോന്നുന്ന ആ സിറ്റുവേഷൻ പോലും, നീ വെയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കാൻ, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ച് ആഴത്തിൽ കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചു ആ സിറ്റുവേഷനെ. അവർ ചെയ്തത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല ഞാൻ ഇന്ന് വാദിക്കുന്നത്. ആ സിറ്റുവേഷനെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം മനോഹരമായിട്ട് ഉപയോഗിച്ചു. നിങ്ങൾ ഇന്ന് ഒരു യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ, നിങ്ങളിന്ന് കടന്നു പോകുന്ന ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ അതിൽ നിന്ന് യഥാർത്ഥ ഒരു ദൈവ പൈതലാണെങ്കിൽ, അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഒരു മെച്യൂരിറ്റിയിലേക്ക് കടന്നു വരുന്നതാണെങ്കിൽ, എങ്ങനെങ്കിലും എന്നെ ഒന്ന് വെളിക്കൊണ്ടു വന്നാട്ടെ, എന്നെങ്ങനെങ്കിലും ഈ ലോകത്തിൽ നിന്ന് വിടിവിച്ചാട്ടെ എന്ന് പറയുന്നതിനേക്കാൾ വിടിവിക്കാൻ ദൈവത്തിന് പറ്റുന്ന ദൈവം വിടുവിച്ചോളും. പക്ഷെ അതല്ല വിഷയം. എന്നെ ഈ സാഹചര്യത്തിൽ കൊണ്ടുവന്നത് എന്തിനാപ്പാ? അത് നീ പൂർത്തീകരിക്കണം കർത്താവേ. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഈ സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ കടന്നു പോകുന്നു? ഞാൻ എന്തുകൊണ്ട് എല്ലാവരുടെ മുന്നിലും തകർക്കപ്പെടുന്നു? ഞാൻ എന്തുകൊണ്ട് ഈ കല്ലറയിൽ അടക്കപ്പെട്ട് മറ്റുള്ളവർ, എൻ്റെ സഹോദരിമാർ തന്നെ വന്ന് പറയുന്നു, തുറക്കല്ലേ, നാറ്റം വരുന്നു? എന്തുകൊണ്ട് എൻ്റെ സാഹചര്യം ഇനി കടന്നുപോയി? ചില ശിഷ്യന്മാരെ കുറച്ച് പാഠം പഠിപ്പിക്കാൻ, ചില യഹൂദന്മാരെ പുനരുത്ഥാനത്തെക്കുറിച്ച് ആഴങ്ങളിൽ പഠിപ്പിക്കാൻ, ജീവനെക്കുറിച്ചൊന്ന് വെളിപ്പെടുത്താൻ, അവരെ കർത്താവിലേക്ക് കുറച്ചുകൂടി കൊണ്ടുവരാൻ കർത്താവിന് തന്റെ സ്നേഹിതന്മാരെ വേണം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവം തിരക്കുന്ന സ്നേഹിതന്മാരുടെ ലിസ്റ്റുകളിൽ ഞാനും നിങ്ങളും ഉണ്ടായതുകൊണ്ട് പൗലോസിനെ പോലെ അങ്ങനെയുള്ള സാഹചര്യം കൂടി കടന്നു വരുമ്പോൾ, കൈയും കാലുമൊക്കെ ആമത്തിൽ അകപ്പെട്ടവനായി സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു സാധാരണ മനുഷ്യൻ, ഒരു വലിയ വിദ്യാസമ്പന്നനായ മനുഷ്യൻ ഇങ്ങനെയൊക്കെ കടന്നു പോകേണ്ട ഒരാവശ്യവുമില്ല. പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ ആമേ സ്തോത്രം ബുദ്ധി ആമേൻ ഉള്ള ജീവികൾ ജീവിക്കുമ്പോൾ, പൗലോസ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചത് കൊണ്ട് മാത്രം ഇവിടെ കിടക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമ്മൾ ക്രിസ്തുവിന്റെ ആമേൻ നന്ദിയുള്ള ഹൃദയത്തോട് ഓർത്തുകൊണ്ടായിരിക്കുന്നത് കൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നാമത്തെ ആ സാഹചര്യത്തിൽ ഉയർത്തുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് നന്ദിയോടെ ദൈവത്തെ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ആമേൻ അങ്ങനെ കർത്താവിനോട് അടുക്കുവാനും ദൈവസന്നിധിയിൽ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുവാനും ആ സാഹചര്യത്തിൽ ദൈവം നമ്മളെ ഉപയോഗിക്കേണ്ടതിനായിട്ടും ദൈവം നമുക്ക് തരേണ്ട വാക്കുകൾ നമുക്ക് വരുത്തില്ലത്, നമുക്ക് പറയാനുള്ള കഴിവില്ലത്, അങ്ങനെയുള്ള കഠിനമായ സാഹചര്യത്തിൽ നമുക്കൊന്നും പറയാൻ ശക്തിയില്ല, നമുക്ക് കരച്ചിലൊക്കെ വരും, നമുക്ക് വിഷമം വരും, നമുക്ക് പിറുപിറുപ്പേ വരൂ. ദൈവാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചാൽ അത് വെളിപ്പാടുകൾ നമ്മുടെ നാവിൽ കൂടി വരും. സ്വതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനായി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.